അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. قال رسول الله صلى الله عليه وسلم: لا تزول قدم عبد حتى يسأل عن خمس: عن ماله من أين اكتسبه وفيما أنفقه، سعي الفتى لرزقه عبادة وسبب يهدي إلى السعادة، صلوا وصاموا واصنعوا وازرعوا إن الصلاة وحدها لا تنفع. സഹൃദയരായ സജ്ജനങ്ങളെ, അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ ഒരു വിഷയമാണ്, പ്രസക്തവും പ്രധാനവുമാണ്. ഒക്കെ ഏതായാലും പറയാൻ കഴിയില്ലല്ലോ. നമുക്ക് വേണ്ടത് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നല്ല ചൂടായതുകൊണ്ട് ഇന്നലെ രാത്രിയൊക്കെ ചിലപ്പോൾ ഈത്തിക്കാഫും ഖിയാമുല്ലയിലും ഒക്കെ ആയതുകൊണ്ട് പലരും ക്ഷീണത്തിലായിരിക്കാം. അതോടൊപ്പം തന്നെ യൂട്യൂബിലൂടെ കിട്ടല്ലോ, ഇവിടെ വന്നിട്ടില്ല എങ്കിലും അതുകൊണ്ട് വീട്ടിൽ നിന്ന് കേൾക്കാലോ എന്നും ചിന്തിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. ഖത്തുവ, ഓരോ കാലടി. ചില ആളുകളെങ്കിലും ബസ് കയറി എന്തി വലിഞ്ഞു വന്നവരും ഉണ്ട്. ആ ഓരോ കാൽപ്പാടിനും പുണ്യമുണ്ട്. ആ പുണ്യം കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ഇവിടെ ഇരിക്കാം. അത് കിട്ടും, ഉറപ്പ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആമോട്ടി മൗലവി പറഞ്ഞതുപോലെ വസബത്തൽ അജ്ർ, പ്രതിഫലം ഉറച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഉറച്ചു. അൽഹംദുലില്ലാഹ് കിട്ടും. അപ്പോൾ ഞാൻ മാത്രമായി വേറെ ആരുമില്ല, അങ്ങനെയൊന്നും ഒരു ചിന്തയും വേണ്ട. നിന്റെ കാര്യം അൽഹംദുലില്ലാഹ്, എനിക്ക് പ്രതിഫലം അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാനിങ്ങനെ ക്ലാസ് അങ്ങ് എടുത്തു പോയാൽ അത് അത്രയൊന്ന് ഹൃദ്യമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ മനസ്സ് എൻ്റെ അടുത്ത് കിട്ടും എന്നും എനിക്ക് വലിയ അഭിപ്രായമല്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് എടുക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെയും കൂടി സൂയിപ്പാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ നമുക്ക് അങ്ങ് പോവാം എന്ന് തോന്നുന്നു, അല്ലേ? അതായിരിക്കും നന്നാവുക. ചില വിദ്യാർത്ഥികളൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോടൊക്കെ ചോദ്യവും ചോദിച്ചാലേ ഓർക്കും ഒരു സന്തോഷമായിരിക്കല്ലോ. ഇൻഷാ അല്ലാഹ്. സമ്പത്ത് അതാണ്, അത് അനുഗ്രഹവുമാണ് അപകടവുമാണ്. അനുഗ്രഹമാണ് എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ മറുഭാഗം അപകടമാകുന്നു എന്ന കാര്യവും നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. സമ്പത്തിന് അറബിയിൽ പറയല് മാൽ എന്നാകുന്നു. അതാണ് മാൽ, സമ്പത്ത്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ ഒരു വാക്കുണ്ട് സമ്പത്തിന്, ഖുർആൻ തന്നെ ഉപയോഗിച്ചതാണ്. അത് നമ്മൾ കുടിക്കുന്ന സാധന. മലയാളത്തിൽ കുടിക്കുന്ന ഒരു സാധനമുണ്ട്. ആ പേരിലാണ് അറബിയിൽ സമ്പത്ത് എന്ന് ഉപയോഗിച്ചത്. ഇങ്ങനെ പറയുന്നതല്ലേ നല്ലത്, അല്ലേ? നമ്മളെ മനസ്സിൽ നിൽക്കൂലേ? ആ പദങ്ങൾ എന്തായാലും മനസ്സിൽ നിൽക്കുമല്ലോ. കുടിക്കുന്ന ഒരു സാധനമാണ് എന്ന്. ഫുൾ ജാർ അല്ല,
പിന്നെ ആത്മാവേ പോ അല്ല. പറയൂ. നൗഫൽ ഉസ്താദ് ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട് പറയാൻ. സർവത്ത് എന്നാണ് ഖുർആൻ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് സർവത്ത്. നമ്മൾ ഉപയോഗിക്കുന്നത് സർബത്താന്ന് തോന്നല്ലോ ബഷീർക്ക, അല്ലേ? സർബത്തല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് സർവത്താണ്, 3 പുള്ളിയുള്ളതാണ് സർവത്ത്. അപ്പൊ സർവത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയൂ? ടീച്ചർമാർക്കൊക്കെ മുമ്പ് സീറ്റ് ഉണ്ട് കേട്ടോ. ഇത് കേട്ടില്ല. ഇത് കേട്ടില്ല. ഏതെങ്കിലും പദം പറയൂ. സർവത്ത് അത് തന്നെയാണ് മാൽ, സമ്പത്ത്, അല്ലേ? ഓക്കെ. വലിയ അനുഗ്രഹമായിട്ടാണ് അള്ളാഹു അവതരിപ്പിച്ചത്. അതോടൊപ്പം അപകടമായിട്ടുമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സമ്പത്തിന്റെ ഉടമ ആരാണ് ശരിക്ക്? ഈ പറമ്പ് എന്റേതാണ്, ഈ വീട് എന്റേതാണ്, ഈ വാഹനം എന്റേതാണ്, ഈ കച്ചവടവും ഈ ബിസിനസ്സും ഒക്കെ എന്റേതാണ്. ഇതേപോലെ തന്നെ ഈ വ്യവസായശാല എന്റേതാണ്. ഇങ്ങനെയൊക്കെ നമ്മളുതാണ്. അതിനല്ലേ ശരി നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഖുർആൻ എന്തു പറയുന്നു? നമ്മുടേതല്ലേ? ആണോ? ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം എന്തു പറയുന്നു? നിങ്ങൾക്ക് പറയാം നമ്മൾ തന്നല്ലേ. എന്ത് ചോദ്യാണ്! ഈ കാലം അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് നമ്മളതല്ലേ എന്നുള്ള ചോദ്യം തന്നെ ശരിയല്ലല്ലോ. എന്നാൽ ഇസ്ലാം പറഞ്ഞത് എന്താണെന്നറിയോ? ഖുർആൻ എവിടെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും. അർത്ഥം പറയ്. റസഖ്നാകും പറഞ്ഞോളൂ. റസഖ്നാകും മിണ്ടിയില്ല. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. അങ്ങനെ അല്ലാഹ് സംസാരിച്ചുള്ളൂ. എവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ എന്താ പറഞ്ഞത്? നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്, നിങ്ങളുടെ സമ്പത്തുക്കളിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പറഞ്ഞ ഒരു വർത്തമാനമാണ് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. അപ്പൊ ആരാണ് നൽകിയത്? ആരുടേതാണ് സമ്പത്ത്? ഉത്തരം പറയ്. ഇതെന്ത് നോക്കിക്കുന്നു? ഞാൻ കഥയും കവിതയും പാട്ടും ചോദ്യവും ഉത്തരവും ഒക്കെ ആയിട്ട് പോവണം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? പാട്ടുമാണോ? കഥ വേണോ? ഒന്ന് പറയ്. വേണ്ട, ഒന്നും വേണ്ട. റസഖ്നാകും അർത്ഥം പറയ്. നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. അപ്പൊ സമ്പത്തിന്റെ മുതലാളി ആര്? അല്ലാഹു. അതാണ് ഉത്തരം. അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ ഇതൊക്കെ ആരുതാന്ന് ചോദിച്ചാൽ ഇനി എന്താ പറയേണ്ടത്? ഈ വീടായിരുന്നാന്ന് ചോദിച്ചാൽ എന്താ പറയുക? വേം പറയ്. ഈ പറമ്പ് ആരുതാണ്? ഈ വാഹനം ആരുടേതാണ്? അതേപോലെ തന്നെ ഈ ബിസിനസ് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഇനി കഥ പറയാം. അത് ഇങ്ങനെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫത്തുസ്സാനി, അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുക. അപ്പം വലിയൊരു മുതലാളി, ഇതൊന്നും ഉണ്ടാവുക മോനെ, ഈ ഫാനൊന്നും ഉണ്ടാവുക. അപ്പോ ഖലീഫത്തുസ്സാനി അപ്പോ വലിയ മുതലാളിയാണ്. ഇവിടെ വലിയ മുതലാളിയാണ്. നിങ്ങളൊരു ഇഞ്ചും പുറത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നോമ്പ് വിട്ടിട്ടാണല്ലോ. അതുകൊണ്ട് എൻ്റെ വാക്കൊക്കെ നിങ്ങൾ ചെവിയിലേക്ക് കയറണം, നിങ്ങളെ ഹൃദയത്തിലേക്കും തലമണ്ടയിലേക്കും കയറണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വീപ്പാക്കും. ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുകയും ചെയ്യും. അപ്പൊ എന്തേലും പറഞ്ഞ നമ്മള് വലിയ മുതലാളിന്റെ അടുത്തുകൂടി ആരാ നടക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് നടക്കുകയാണ്. മല നിറച്ചു ആട്, 2-3 മല നിറയെ ആടാ. ഇത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന് എന്നെ അത്ഭുതമായിപ്പോയി. അല്ലാ, ഇത്രയും വിപുലമായ സമ്പത്തോ? ഇതൊക്കെ ഇപ്പൊ ആരുതായിരിക്കും പടച്ചോനെ? അപ്പൊ തൊട്ടപ്പുറത്തുണ്ട് മുതലാളി, തൊഴിലാളികളെ ഒക്കെ നോക്കിക്കൊണ്ട് വലിയൊരു കസാരയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് വേണമെങ്കിൽ ചാട്ടവാറോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്.
വലിയ മുതലാളിയാന്ന് കണ്ടപ്പോ തിരിഞ്ഞ് എടുപ്പും നടപ്പും ഒക്കെ കണ്ടപ്പോ തന്നെ മറ്റേ ആ ലോഹയൊക്കെ അറബിയുള്ള ലോഹയൊക്കെ ഇട്ടിട്ട് വളരെ വലിയ ഉസ്താദായിട്ട് വലിയ ആളായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുക. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് സലാമൊക്കെ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ചോദ്യം ചോദിച്ചു, അല്ലേ ഈ സമ്പത്ത് മുഴുവനും ആരുതാണ് പൊന്നും മോനെ എന്ന് ഉമർ ബിനുൽ ഖത്താബ് ചോദിച്ചു. അദ്ദേഹം ഉടനടി, ആലോചനയൊന്നുമില്ല, ഉടനടി മറുപടി പറഞ്ഞു, ലില്ലാഹി ഫീ യദി, ലില്ലാഹി ഫീ യദി. എന്ത് രസമുള്ള ഉത്തരാന്നറിയോ? എന്താ ഉത്തരം പറയൂ, കേക്കട്ടെ. നിങ്ങൾ പറയണം, എന്നാലേ ഞാനിനി പറയൂ. എന്താ ഉത്തരം? ലില്ലാഹി ഫീ യദി. അത് മലയാള, എന്നാ അർത്ഥം പറ. എനിക്ക് സങ്കടാകുക നിങ്ങൾ മിണ്ടായിച്ച്. ലില്ലാഹി അള്ളാഹുവിൻ്റെതാണ്. എന്നാ ബാക്കിയുള്ളത് പറയും, ഫീ യദി. എന്റെ കയ്യിൽ തൽക്കാലം കൈ പിടിക്കാൻ തന്നതാണ്. തൽക്കാലത്തേക്ക് എന്റെ കയ്യിൽ പിടിക്കാൻ പടച്ചോൻ തന്നതാണ്. എപ്പോഴും അവൻ തിരിച്ചെടുക്കാം. 18 ലക്ഷത്തിന്റെ ഇഞ്ചക്ഷൻ അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രോഗം എന്റെ മോന് വന്നാൽ ഈ 18 ലക്ഷം തെറ്റിപ്പോയതാണ് 18 കോടി. അതിന് വേണ്ടിയിട്ട് ഈ സമ്പത്തൊക്കെ പടച്ചോൻ തന്നെ തിരിച്ചു വാങ്ങിയേക്കാം. അപ്പൊ ഉത്തരം കൃത്യമാണ്, ലില്ലാഹി ഫീ യദി. അപ്പൊ സമ്പത്ത് കയ്യിലുള്ള ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടുന്ന അതിഗംഭീരമായ വിശ്വാസം എന്താണ്? പറയൂ. ഇത് നിന്റേതല്ല, ഇത് പടച്ചോന്റേതാണ്. ഇത് നീങ്ങിപ്പോവുന്ന നിഴലാണ്, എപ്പോഴും പോവാം വരാം. ഇതിന് സ്ഥായിയായ ഒരു നിലനിൽപ്പില്ല, അല്ലേ? അതാണ് എന്താ അതിൽ കരയിൽ പോരുന്ന മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അതാ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇന്നത്തെ രാജാവ്, ഇന്നത്തെ കുബേരൻ നാളത്തെ കുചേലനായി മാറാം. ഇന്നത്തെ ഉടമ നാളത്തെ അടിമയാവാം. ഇന്നത്തെ പട്ടിണിപ്പാവം അടുത്ത പ്രാവശ്യത്തെ മുതലാളിയാവാം. ഇത് നമ്മൾ കാണുന്നതാണ് നമ്മുടെ നാട്ടിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ ബോധ്യം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, പൈസ ഉണ്ടാവുന്നോ നല്ലത്, ഉണ്ടാവാത്തോ നല്ലത്? എന്ത് ചോദ്യ? നമ്മളെല്ലാവരും പറയുന്നുണ്ട്, റബ്ബന ആത്തിന റബ്ബന ആത്തിന, പടച്ചമ്പുരാനെ എനിക്ക് തരണേ 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 എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളല്ലേ നമ്മള്. അപ്പൊ പിന്നെ പൈസ ഉണ്ടാവുന്നത് നല്ലതോ മോശോ? ഞാനിങ്ങനെ നിക്കലേ ഉണ്ടാവൂലേ. ഉണ്ടാകുന്നതാണോ നല്ലത്, ഉണ്ടാവാത്താണോ നല്ലത്? പറയേ. എന്നെ കൊടുക്കുന്ന ഉത്തരണ്ട്. നൗഫൽ ഉസ്താദ് പറയുന്നു, പറയൂ. ഉണ്ടാവുന്നതാണോ നല്ലത്, ഉണ്ടാവാത്താണോ നല്ലത്? ഉണ്ടാവുന്ന നല്ലത്, ഉണ്ടാവുന്ന നല്ലത്. മോമക്ക വേറെന്തോ പറഞ്ഞിട്ടുണ്ട്. ഓവർ വേണ്ട, അത്യാവശ്യം ഒത്തുപോയാ മതി. നല്ല ഉത്തരം പറയുന്നുണ്ട്. ഓക്കെ. നാസർ വേറെന്താ പറഞ്ഞ? നല്ലോണം ഉണ്ടാവണമെന്നാ നാസർ അറിയുന്നത്. എന്നാലേ നമുക്ക് നല്ലോണം സക്കാത്ത് കൊടുക്കാനും നല്ല സദക്ക ചെയ്യാനും നല്ല കാര്യങ്ങൾക്കൊക്കെ മുമ്പന്തിയിൽ നിൽക്കാനും ആൾക്കാർ ഇങ്ങളൊക്കെ വരുന്നേരം പിന്നെ പൈസ തരാനും ഒക്കെ കഴിയണമെങ്കിൽ നല്ല കീശയിൽ കാശ് വേണം. അപ്പൊ പൈസ ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് പലപ്പോഴും പലരും പറയുന്നത്. ഓക്കെ, പൈസക്ക് ഉണ്ടെങ്കിലേ ഉഷാറായിട്ട് ജീവിക്കാൻ കഴിയേ. അടിച്ചു പൊളിക്കണമെങ്കിൽ പൈസ വേണം. സഅലബത്ത് എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. പേര് പറയൂ. പോകുന്നതിന് മുമ്പ് ഞാൻ ചോദ്യം ചോദിക്കും. പേരെന്തായിരുന്നു? സഅലബത്ത്. സഅലബ് എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. ഇനി സഅലബത്ത് എന്ന് പറഞ്ഞാൽ പെൺകുറുക്കനാണായിരിക്കും, എനിക്കറിയില്ല, അതെനിക്കറിയില്ല. പേരങ്ങനെയാ. ഇനി നൗഫലിന് എന്തെങ്കിലും പറയാണ്ടോ? പറയാവുന്നതാ. ഓക്കെ, സഅലബത്ത് എന്ന് പറയുന്ന ഒരു സഹാബിയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു. ഇങ്ങനെ എടുക്കുന്നതല്ലേ നല്ല? പറയൂ, മനസ്സിലാവാൻ നല്ല ഇങ്ങനെ ആയിരിക്കൂലേ? ആ സഹാബി അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നു പറഞ്ഞു. നമ്മളൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു, അള്ളാന്റെ റസൂല് എനിക്കെല്ലാം പൈസ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണേ. ഒരുപാട് ആവശ്യങ്ങൾ റസൂലിനോട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടുക്കുവോ? എന്താ പറഞ്ഞേ? എനിക്ക് നല്ലണോ പൈസ ഉണ്ടാവാൻ പ്രാർത്ഥിക്കണേ എന്നാണ് ഇയാളെ ആവശ്യം. അപ്പൊ റസൂല് പറഞ്ഞു, അത് വേണ്ട മോനെ,
വെള്ളപ്പോണൊക്കെ അങ്ങനെ പോയിക്കോട്ടെ, പൈസ അധികം വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ തിരിച്ചറിഞ്ഞെന്ന് നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ, പൈസ ഉണ്ടായാൽ എനിക്ക് സക്കാത്ത് കൊടുക്കാലോ, എനിക്ക് സദക്ക ചെയ്യാലോ, എനിക്ക് പിന്നെ വണ്ടിയൊക്കെ എടുത്തിട്ട് ജമാഅത്തിനൊക്കെ കൃത്യമായി പള്ളിയിലെത്താലോ, അതേപോലെ അപ്പുറത്ത് ക്ലാസ്സിനൊക്കെ പോവാൻ കാറുണ്ടെങ്കിലൊക്കെ ഒരു സുഖല്ലേ, അതേപോലെ സമ്മേളനത്തിനൊക്കെ പോവണമെങ്കിൽ നല്ലൊരു കാറൊക്കെ വേണ്ടേ എന്നൊക്കെ ഇയാള് ഭയങ്കര വർത്താൻ പറഞ്ഞെന്ന് റസൂലിനോട്. എന്നിട്ടും റസൂൽ നിരുത്സാഹപ്പെടുത്തി നോക്കി, എന്നിട്ടൊന്നും മൂപ്പര് സമ്മതിക്കുന്നില്ല. പറഞ്ഞ റസൂല് ഒന്ന് ശരിയാവില്ല മോനെ, വേണ്ട, പൈസ കൂടിയ ബുദ്ധിമുട്ടാവുങ്ങി. അതാണ്. ഏതായാലും മൂപ്പരുടെ ഷാഢ്യത്തിന് മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ കീഴടങ്ങി. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, പൈസ ഉണ്ടാവട്ടെ, ഈ ചെറിയ മോന് പൈസ കൊടുക്കു പടച്ചോനെ, റഹ്മത്തും ബർക്കത്തും കൊടുക്കു പടച്ചോനെ, ദീനാറും ദിർഹമും കൊടുക്കു പടച്ചോനെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. മാത്രമല്ല, നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ വല്യമ്മനോട് നമ്മളൊരു 50 ഉറുപ്പ്യ അങ്ങല്ലോ അല്ലേ, എന്നിട്ട് നമ്മൾ മേശയെ കൊണ്ടുവെക്കൂ. അതെന്തിനാ? അവർ ബർക്കത്തിന് അല്ലേ, അങ്ങനല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചില ആളുകളൊക്കെ. പെട്ടിയിലൊക്കെ ചിലപ്പൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ തങ്ങന്മാരൊക്കെ വിളിക്കും. അതെന്തിന്? ബർക്കത്തിന്. അങ്ങനെയാ. ഏതായിരുന്നാലും അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ ഒരു ആടിനെ കൊടുത്തു. ഈ സഅലബക്ക് ആ ആടിനെയും വാങ്ങി സഅലബത്ത് പോയി. പിന്നെ അത്ഭുതമാണ് സംഭവിച്ചത്. ഒരു വീർന്ന് 3ഉം 4ഉം ഒക്കെ വീർന്ന്, ഒന്നൊറ്റ പ്രാവശ്യവും പറ്റിയിട്ടുണ്ടാവൂല. പിന്നെ പെറലോട് പെറല് തന്നെയാ. പിന്നെ ആടിങ്ങോട്ട് നിറഞ്ഞിട്ട് അയാൾക്ക് തന്നെ നിക്കക്കല്ലില്ലാണ്ടായി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മലകളൊക്കെ നിറഞ്ഞു ആടുകളെ കൊണ്ട്. പിന്നെ 100 ആടിനെ പിന്നെ വാങ്ങി, പിന്നെ ഒരു 500 ആടിനെ വാങ്ങി, പിന്നെ അപ്പുറത്തെ മല വാങ്ങി. അവിടെയൊക്കെ പിന്നെ ആളുകളെയൊക്കെ നിശ്ചയിച്ചു, ബംഗാളികളെയും യുപിക്കാരെയും ഒക്കെ കൊണ്ടുവന്നു, തൊഴുത്തുകളൊക്കെ ഉണ്ടാക്കി, ഗവൺമെന്റിന് കുറെ ഒരുപാട് പിന്നെ ലോണൊക്കെ എടുത്തു. ഇങ്ങനെ പല വിപുലമായിട്ടാ. പിന്നെ പൈസ കൊണ്ടുള്ള കളിയാ. പാല് കൊടുക്കല് മറ്റതൊക്കെ നമുക്ക് അവിടെ ഉണ്ടല്ലേ, മൂക്കാനാടോ കണ്ടിക്കല്ലോ, ആടുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികൾ അതന്നെ, തൊഴുത്ത് സംഭവങ്ങളും ഒക്കെ വിപുലമായിട്ടാണ് സഅലബത്ത്. ഒരു നിമിഷം ഒഴിവില്ലായിരുന്നു അദ്ദേഹത്തിന്, തിരക്ക് തന്നെയായിരുന്നു. ഇപ്പുറത്തെ പിന്നെ ബംഗാളിന്റെ ആ മലയെ പോയി നോക്കേണ്ടിയുണ്ട്, അപ്പുറത്തെ അവിടെ പോയി നോക്കേണ്ടി, ഇങ്ങനെ പല സ്ഥലത്തും പോകുന്നത് കൊണ്ട് ബൈക്കും കാറും ഒക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും പറക്കലാണ്. സത്യം പറഞ്ഞാൽ 5 വഖത്തിന് പള്ളിയിലുണ്ടാവുന്ന സഅലബത്തിനെ പലപ്പോഴും കാണുന്നില്ല ജമാഅത്തിന്. അതന്നെ ഇതാ വിഷയം ഉണ്ടായത്. പിന്നെ മൂപ്പര പലപ്പോഴും വെള്ളിയാഴ്ച ഒന്ന് വന്നാലായി, പിന്നെ വെള്ളിയാഴ്ചയും പലപ്പോഴും കാണാണ്ടായിന്ന്. റസൂലിന് തന്നെ ചിലപ്പോ ബൂതി, അല്ലേ നമ്മളൊരു സഅലബത്ത് ഉണ്ടായിനല്ലോ, ഓനപ്പോ തീരെ കാണുന്നില്ലല്ലോ, ഏതോ ഒരു ഭാഗം കുഴഞ്ഞു കിടക്കുകയാണോ, അല്ലെ എന്തോ കൊറോണ എങ്ങാൻ പിടിച്ചിട്ട് പ്രശ്നമായതാണോ, ഏടെ പോയി നമ്മളെ ചെറിയ മോൻ കാണുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടാവണം. അല്ലാണ്ട് റസൂൽ ചോദിക്കാണ്ടിരിക്കൂലല്ലോ. അങ്ങനെയാണ്. ഏതായിരുന്നാലും കാണാൻ വേണ്ടി അങ്ങോട്ട് പോയത് സക്കാത്ത് പിരിക്കുന്ന ആളുകളായിരുന്നു. 40 ആടുകൾക്ക് 1 വേണം സക്കാത്ത്. ഇവിടെ ഇപ്പോ ഒരു 10,000 ആടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എത്ര ആടിനെ കിട്ടണം? അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പൊ മൂപ്പര് പറയാ, ഇപ്രാവശ്യം എടുക്കാനില്ല കേട്ടോ, നിങ്ങൾ അടുത്ത പ്രാവശ്യം പേരി. എന്താ കാര്യം? അതെ, ഞാൻ അപ്പുറത്തൊരു മല വാങ്ങിക്ക്, ആ മലന്റെ പൈസ ഫുള്ള് കൊടുത്തിയില്ല, അത് കുറച്ച് ഞാൻ ബാങ്കിൽ നിന്നും എടുത്താ ലോണ്, അതുകൊണ്ട് ലേശം കടത്തിലാണ് ഇപ്പം ഞാൻ. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായിരുന്നാലും എന്തില്ല, സക്കാത്ത് തരാൻ നമ്മളെ കയ്യിലില്ല, അടുത്ത പ്രാവശ്യങ്ങൾ വരാണ്ടി. വെറും കയ്യോടുകൂടി തിരിച്ചയച്ചു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സക്കാത്ത് പിരിക്കുന്ന ആളുകളെ. മനസ്സിലായോ? ഇനി നിങ്ങൾ പറയും, പൈസ ഉണ്ടാകുന്നതോ നല്ലത്, ഉണ്ടാവാത്തോ നല്ലത്? അതാ. അപ്പൊ ഞാൻ ഉത്തരം പറയാം, നല്ലതും ആവും മോശവും ആവും. അതല്ലേ നമ്മളെ ഹെഡിങ്. എന്തായിരുന്നു ഹെഡിങ്? പറഞ്ഞുപോയി. ധനം, ഹെഡിങ് ചേച്ചിയില്ലല്ലേ, ധനം, അനുഗ്രഹവും
അപകടവും എന്ന. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ട്. ഞാൻ കഥ തന്നെ പറയുന്നത് ഇപ്പൊ നല്ല കഥയായിക്കല്ലോ, പിന്നെ തത്വങ്ങൾ അടുത്ത ആള് പറയൂ ഇൻഷാ അല്ലാഹ്. അദ്ദേഹം നമ്മുടെ സദസ്സിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. അപ്പൊ എന്തേ നമ്മള് പറഞ്ഞു പിന്നെയും അനുഗ്രഹവും ആവാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നല്ല മുതലാളിയാ. അദ്ദേഹം മുഹാജിർ തന്നെയായിരുന്നു കേട്ടോ. വെറും കൈയോട് കൂടി തന്നെയാണ് അദ്ദേഹവും മക്കയിൽ നിന്ന് മദീനയിലെത്തിയത്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ. അദ്ദേഹത്തിനും കുറച്ച് പൈസയും തൽക്കാലത്തേക്ക് കുറച്ച് പൈസയും ഒരു വീടിന്റെ ഭാഗവും കുറച്ച് വർമ്മം കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനും കൊടുത്തിരുന്നു ഏതോ ഒരു അൻസാരി. അദ്ദേഹം അതൊന്നും വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചന്ത ഇടാന്ന് കാണിച്ചത്, എനിക്ക് അത് കിട്ടിയാൽ മതി. അങ്ങനെ അബ്ദുറഹ്മാൻ പിന്നെ ചന്തയിലേക്ക് പോയി. ആടെ കച്ചവടമൊക്കെ പിന്നെ തുടങ്ങി. അന്ന് എന്തോ 100 ഉറുപ്പ്യന്റെ പരിപാടി തുടങ്ങിയതാണ്. അത് പിന്നെ ഭയങ്കര പൈസയായി. പിന്നെ കോടികളുടെ വരുമാനമായി അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അദ്ദേഹം ഒരിക്കൽ ഷാമിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകളുമായി കച്ചവടം അതൊക്കെ ചെയ്ത് പിന്നെ അടുത്ത ഭാഗത്തേക്ക് യമനിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടി സാധനങ്ങളുമായിട്ട് വന്നു. അങ്ങനെ മദീനയിൽ തമ്പടിച്ചപ്പോ ആളുകൾ ഒന്നായിട്ട് ചുറ്റും കൂടി. മനസ്സിലായില്ലേ? അങ്ങനെയാ അറബികൾ ഒരുപാട് കടയൊക്കെ തുറന്നിട്ട് അങ്ങനെ ആയിരുന്നില്ല അന്ന്. ഈ കച്ചവട സംഘങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഓരോ മാസത്തേക്കുള്ള കോല് വാങ്ങി സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ വർദ്ധകരായി കഴിഞ്ഞിട്ടുള്ള, കച്ചവടക്കാരായി കഴിഞ്ഞിട്ടുള്ള, യാത്രികരായി കഴിഞ്ഞിട്ടുള്ള, നാടോടികളായി കഴിഞ്ഞിട്ടുള്ള അറബികൾ അപ്പോൾ എല്ലാവരും കൂടി ഓടുന്ന ഒരു കച്ചവട സംഘം വന്നിട്ട് കിട്ടോ എന്ന്. വതറകൂക ഖായിമ എന്ന് പറഞ്ഞില്ലേ സൂറത്തുൽ ജുമുഅയിൽ, അത് കച്ചവട സംഘം വന്നായിരുന്നു. കച്ചവട സംഘം വന്ന് നബി ഖുത്ബ പറയുന്നേരാ. അന്നേരം 100-200 ആള് പള്ളിയിലുണ്ട് എന്ന് ഓലെല്ലാവരും ഇറങ്ങിയങ്ങ് ചോദിക്കാൻ. ആരാ ഖുത്ബ പറയുന്ന ഒന്നും പറയും? അല്ലാഹുവിന്റെ റസൂൽ. ആരാ മുമ്പിലിരിക്കുന്നത്? അത് പറയും സഹാബികൾ. അന്നേരാണ് മദീനയിൽ അന്ന് കച്ചവട സംഘം വന്ന് എല്ലാരും കൂടി എന്ത് ചെയ്ത് ഓടിപ്പോയി. ഇന്ന് 11 ആളുകൾ മാത്രമാണ് സദസ്സിൽ പിന്നുണ്ടായത്. അപ്പോഴാണ് അങ്ങനെ ചില നിവേദനങ്ങൾ കേട്ടോ. അങ്ങനെയാണ് ചില ആളുകളൊക്കെ പറഞ്ഞ് 40 ആളുകൾ വേണ്ട പള്ളിയിലേക്ക്. ബഷീർക്ക, നമ്മളെ നാട്ടിലൊക്കെ പള്ളിയിൽ 40 ആള് വേണ്ടേ? 11 ആളും മതി എന്ന് പറഞ്ഞുകൊണ്ട് ചില ചർച്ചകളൊക്കെ നടക്കാൻ കാരണം എണ്ണി നോക്കുന്ന 14 ആളേ ഉള്ളൂ മുമ്പിൽ, ബാക്കി എല്ലാവരും പോയി. പച്ചത്തിൽ 9 മതി എന്ന് പറഞ്ഞു. അതെ അങ്ങനെ ഇനി വേദന ഉണ്ടാവാം. അതാ. അപ്പൊ വതറകൂക ഖായിമ, എന്നെ അവർ മിമ്പറിന്റെ മുകളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടി എന്ത് ചെയ്തു? കച്ചവട സംഘം വന്നിടത്തേക്ക് ഓടിപ്പോയില്ലേ അള്ളാന്റെ റസൂലേ. ഇത് സഹാബികളെ ആക്ഷേപിക്കാനൊന്നും അല്ല, അവരൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അവർക്കൊക്കെ ജുമയെ നിർബന്ധമാക്കിയിട്ടേ ഉള്ളൂ. ജുമയുടെ പ്രാധാന്യം എന്ത് എന്നും അതിന്റെ ചിട്ടവട്ടങ്ങളും അതിന്റെ ഷർത്തും ഫർദും എന്ത് എന്നൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സംഭവ വികാസങ്ങൾ. ഓല അങ്ങനെയൊക്കെ ചെയ്തിക്കല്ലേ, എന്നാ പിന്നെ വെള്ളിയാഴ്ച ഞാൻ കച്ചവടപ്പീടിയ തന്നെ ഒത്തിരിക്കുക. സഹാബികളൊക്കെ അങ്ങനെ ചെയ്തിക്കല്ലോ എന്ന് ചിന്തിക്കരുതേ. അത് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അപ്പൊ ഏതായിരുന്നാലും ശരി, അദ്ദേഹം സാധനങ്ങളൊക്കെ വിൽക്കാൻ തുടങ്ങി. അന്ന് നല്ല ക്ഷാമമായിരുന്നു. കൊറോണ പിടിച്ചിട്ട് അവിടെ മൊത്തം കച്ചവടമൊക്കെ ഡൗണായി, സാമ്പത്തികമായ മാന്ദ്യം ബാധിച്ച് ആകെ പ്രശ്നമായി. അന്ന് കൊറോണ ഉണ്ടെന്നും ചോദിക്കരുത്, കാര്യം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ആളുകൾ ഓടിക്കതച്ചു വന്നു. അതിന് വേഗം ഓരോ മാസത്തേക്കും 2 മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയേക്കണം. അപ്പൊ ഇസ്രായേലിൽ വാങ്ങിയേക്കുന്ന അങ്ങനെയാ. അവിടെ ഇറാൻ യുദ്ധം ചെയ്യുമെന്ന് കേട്ടപ്പോ സകലമാന സാധനങ്ങളും വെള്ളവും കറണ്ടിന് വേണ്ട ജനറേറ്റർ വരെ വാങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരും വാങ്ങി സൂക്ഷിക്കുകയാണ് അറേബ്യക്കാർ. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ഈ കോലപ്പച്ചേരിക്ക് എന്താ വില? 40 ഉറുപ്പിയാണോ? അല്ല, എനിക്ക് അതിനേക്കാളും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, തരൂല. അല്ലേ ഈ വെളിച്ചെണ്ണക്ക് എന്താ വില? 200 അല്ലേ, 250 അല്ലേ? അല്ല, എനിക്ക് അതിനേക്കാളും പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു 10 തേങ്ങ വേണം, 200 ഉറുപ്പ്യരാ. തരൂല, എനിക്ക് അതിനേക്കാളും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് സാധനം ചോദിച്ചിട്ടും അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വിൽക്കുന്നില്ല.
എന്താ കാര്യം? മൂപ്പർക്ക് അതിനേക്കാളും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അതാ വെക്കാത്തത്. ഇത് ഒരിരട്ടിയൊക്കെ പറഞ്ഞു നോക്കി വില, കമ്പോള വിലയേക്കാൾ ഒരിരട്ടിയൊക്കെ പറഞ്ഞു നോക്കി. അന്നേരം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയാണ്, എനിക്ക് അതിനേക്കാളും ഇരട്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു സാധനവും അദ്ദേഹം കൊടുത്തില്ല. ജനങ്ങൾക്കാകെ ദേഷ്യം പിടിച്ച്. ജനങ്ങൾ ചോദിച്ച, ആരാ നിനക്ക് പറഞ്ഞ്? ആരാ ഈ വിലനേക്കാളും കൂടുതൽ എനിക്ക് പറഞ്ഞത് ആരാ? അതൊന്നും എനിക്ക് അറിയണം, ഞങ്ങൾക്ക് അറിയണം. ഇനി എന്താ സാധനം വിൽക്കുകയാണെങ്കിൽ എന്താ കളിപ്പിക്കുക, കുരങ്ങി കളിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവണം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വില പറഞ്ഞത് അള്ളയാണ്. 1-ന് 10 തരാന്നും 10-ന് 100 തരാന്നും 100-ന് 700 തരാന്നും അല്ലെങ്കിൽ 70,000 തരാന്നും അതുമല്ല അതിൻ്റെ അപ്പുറത്ത് തരാന്നും പറഞ്ഞ് പടച്ചമ്പുരാനാണ്. അതുകൊണ്ട് പൊരയിൽ അരിയില്ലാത്തവരൊക്കെ ഇങ്ങോട്ട് മാറിക്കി, നിങ്ങൾക്ക് വേണ്ടിയ 1 കിലോ 2 കിലോ എടുത്തു കൊണ്ടുപോയിക്കോളി, പൈസ ഉണ്ടാ. വെളിച്ചെണ്ണ വേണ്ടിയോലും ഇങ്ങോട്ട് മാറിക്ക്. പാവങ്ങൾ ആദ്യം, BP എല്ലാവരും മുമ്പോട്ട് കയറിക്ക്. BP എല്ലാവരും ആദ്യം വരട്ടെ, പിന്നെ AP എല്ലാവരും വന്നാൽ മതി. അങ്ങനാട്ട് കൊടുത്ത് ആ കൊണ്ടുപോകുന്ന കോടിക്കണക്കിന് ഉറുപ്പിന്റെ സാധനവും ഫ്രീ ആയിട്ട് മജ്ജാനൻ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം വിതരണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കച്ചവടം ചെയ്തു. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരു കച്ചവടത്തെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലേ? ഒരിക്കലും നഷ്ടം പറ്റാത്ത കച്ചവടത്തെ പറ്റി നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന റബ്ബിന്റെ ചോദ്യം അത് ശിരസാ വഹിക്കുകയും ആ കച്ചവടത്തിൽ ഏർപ്പെടുകയും ആ കച്ചവടത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അങ്ങനെ പൈസ ഉണ്ടാകണോ? തർക്കമില്ല. നിങ്ങളെ അഭിപ്രായം എന്താ? അങ്ങനെ പൈസ ഉണ്ടാവണം. അങ്ങനെ കൊടുക്കാൻ മനസ്സുണ്ടാവുമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണ്ടേ? എങ്ങനെ ഉണ്ടായാലും മനസ്സുണ്ടാവൂല. അവസാനം ചങ്ങായി പറഞ്ഞ, ഇനിയിപ്പോ കുറെ ആയല്ലോ എൻ്റെ അടുത്ത് പിരിവിന് വരുന്ന്, കഴിഞ്ഞൊല്ലവും വന്ന് കൊല്ലവും വന്ന് ഇപ്രാവശ്യം 5-6 പ്രാവശ്യം പറഞ്ഞ്, ഇനി മാണെങ്കിലേ എൻ്റെ കീശയിലുണ്ട്, ഇങ്ങോട്ട് എടുത്തോ. എന്നാൽ തരാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അത് കൊടുക്കാനുള്ളൊരു മനസ്സ് വരുന്നില്ലാന്ന്. അത് റബ്ബ് തരണ്ടിയാ കൊടുക്കാനുള്ളൊരു മനസ്സേ. അത് റബ്ബിൽ നിന്ന് പ്രത്യേകമായി സംഭാവനയായി ഗിഫ്റ്റായിട്ട് ലഭിക്കേണ്ടിയാണ് അങ്ങനത്തെ ഒരു മനസ്സ്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ? കോടിക്കണക്കിന് ഉറുപ്പിയുള്ള ആള് ചിലപ്പം അറബിഷിക്കനായിരിക്കും, കൊടുക്കൂല ചങ്ങായി, പൂത്തി വെക്കുന്നിട്ട് ഇങ്ങനെ പൂപ്പ് പിടിച്ചെടുക്കണ്ടാവും പൈസ, എന്നാലും കൊടുക്കൂല. അറ്റ കൈക്ക് കേൾക്കൂല. അങ്ങനെ ഉണ്ടാവും ചങ്ങായിമാര്. അത് വേറെ മനസ്സാണ്. അതാ ശരി. അപ്പോ ഉണ്ടാവുന്നതോ ഉണ്ടാവാത്തതോ നല്ലത്? ഉത്തരം പറഞ്ഞില്ലെന്നിട്ടു. അതാ പൈസ ഉണ്ടാവുന്നതോ നല്ലത്, ഉണ്ടാവാത്തതോ നല്ലത്? ഇതാ നമ്മളെ ചോദ്യം. ഉത്തരങ്ങൾ പറയേ. ശരി, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്. റസൂൽ ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ നിഫാഖ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സ് വൽ ളുഅഫ് വൽ മർദ്, അല്ലാഹുമ്മ ഇന്നി. ഇങ്ങനെ ഒരുപാട് നല്ല പ്രാർത്ഥനകളുണ്ട്. അർത്ഥമൊക്കെ അങ്ങ് അറിയാന്ന് ഞാൻ വിചാരിക്കട്ടെ. പഠിപ്പിക്കാൻ ഇപ്പം നേരമല്ല. ഏതായാലും നല്ല ഒരു പ്രാർത്ഥനയുടെ ഒരു ശൃംഖല, അത് ഏറ്റവും നല്ല പ്രാർത്ഥനകളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്ൻ, ഭീരുത്വത്തിൽ നിന്ന് അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തണം. ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ വെപ്രാളപ്പെടുക, പേടിച്ചിങ്ങനെ വിറക്കുക, അവന്റെ പ്രഷറും ഷുഗറും ഒക്കെ ഇങ്ങനെ ഹൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, ഒരിക്കലും ലോ ആവാതെ അവന്റെ ഓപ്പറേഷൻ നടക്കാതെ മുന്നോട്ട് പോവുക. ഇങ്ങനെ പേടിയും വെപ്രാളവും ഭീരുത്വവും, പടച്ചോനെ രക്ഷപ്പെടുത്തണേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ. അപ്പോ അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ. ഇത് പ്രാർത്ഥിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ലാ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, നിങ്ങൾ ഫക്കീറന്മാരാകും എന്ന് ഞാൻ പേടിക്കുന്നില്ല മുസ്ലിങ്ങളെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ പറയാണ്, നിങ്ങൾ ഫക്കീറന്മാരായി പോകുമോ എന്ന് എനിക്ക് പേടിയില്ല.
വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത വലാകിൻ അഖ്ശാ അൻ തുബ്സത അലൈക്കും ദുനിയാകും. പക്ഷേ നിങ്ങൾക്ക് ദുനിയാവ് സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. മനസ്സിലായില്ല? നിങ്ങൾ ദരിദ്രവാസികളായി പോകല്ലോ എന്നുള്ള പേടിക്കില്ല, പക്ഷെ നിങ്ങൾ വലിയ പൈസക്കാരാവുമോ എന്നുള്ളത് ഞാൻ പേടിക്കുന്നുണ്ട്. അപ്പൊ റസൂൽ പേടിച്ചത് എന്തിനെയാ? പറയ്. പൈസ ഉണ്ടാകുന്നതിനോ പൈസ കുറയുന്നതിനെയോ? ഇതെന്താ മിണ്ടാത്തേ? ഉണ്ടാവുന്നതിനെ അള്ളാഹുവിന്റെ റസൂൽ പേടിച്ചിരിക്കുന്നു. അതുകൊണ്ടാ ചിലപ്പോ ഒക്കെ പറയല്, പഠിച്ചോനെ എനിക്ക് 2 തലയും മുട്ടി അങ്ങ് കഴിഞ്ഞു പോയാൽ മതി, അമിതമായിട്ടൊന്നും വേണ്ടയില്ല. അപ്പൊ പിന്നെ ഫഖറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചതോ? അത് പ്രധാനം തന്നെയാണ്. 2 തലയും മുട്ടണം, അഷ്ടിക്ക് വക ഉണ്ടാവണം. അതിനു ആരാന്റെ മുമ്പിൽ കൈ നീട്ടരുത്. അരി വാങ്ങാൻ ആരാന്റെ മുമ്പിൽ കൈ നീട്ടേണ്ടുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടാക്കരുത് പടച്ചോനെ. അഭിമാനത്തോടു കൂടി എരക്കാതെ ജീവിക്കാൻ ഒരു അവസരം എനിക്ക് നൽകണം പടച്ചോനെ. സമ്പൽ സമൃദ്ധിയൊന്നും വേണ്ടിയില്ല, സഹീഹല്ലാന്ന എനിക്ക് തോന്നുന്നത്. അല്ലാഹുമ്മ അഇന്നി മിസ്കീനൻ വ അമിത്നി മിസ്കീനൻ വഹ്ശുർനി മിൻ സമറത്തിൽ മസാകീൻ. എനിക്ക് മിസ്കീനായി ജീവിച്ചാൽ മതിയേ, എനിക്ക് മിസ്കീനായിട്ട് മരിച്ചാലും മതി. റസൂൽ അങ്ങനെ തന്നെയാ മരിച്ചത്. മരിച്ചപ്പം വലിയ കോടിക്കണക്കിന് ഉറുപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു തുകൽ പാത്രവും അതേപോലെ തന്നെ ഒരു പുതപ്പും, ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലുണ്ടായിരുന്നത്. അത് ബൈത്തുൽമാലൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രവാചകന്മാരുടെ സമ്പത്ത് അനന്തരമെടുക്കപ്പെടാറില്ല, ഒക്കെ ബൈത്തുൽമാലിലേക്ക് പോവുകയേ ചെയ്യും. അപ്പൊ പറഞ്ഞു മനസ്സിലായി. അപ്പൊ റസൂലിന്റെ പ്രാർത്ഥനയാണത്. പൈസ കൂടുന്നത് പ്രയാസം തന്നെയാണ്. ഞാൻ അറിയുന്ന ഒരു ചങ്ങായി ഉണ്ടെന്ന്, അയാൾ സുയിപ്പായി, പൈസ ഇഷ്ടം പോലെ ഉണ്ടായി, പ്രത്യേകിച്ച് ഇല്ലാത്ത മനുഷ്യനായിരുന്നു. അതെങ്ങനെ ഉണ്ടായത്? മക്ക കട്ട് മുക്കം കൊണ്ട്. അത് തന്നെ, മനസ്സിലായില്ല? മക്ക കട്ട് മുക്കം കൊണ്ട്. അത് തന്നെ. മക്കയിലെ വലിയൊരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു. അത് മൂപ്പര് അടി വലിച്ചുണ്ടോന്ന്. എന്നിട്ട് മുക്കത്ത് ഒരുപാട് വീഡിയോ റൂം എടുത്ത്. മനസ്സിലായില്ലേ? എന്നിട്ട് എന്തുണ്ടായി? മൂപ്പര് വലിയ കല്യാണം നടത്തി, അടിപൊളി കല്യാണം. ഒരു കോടീശ്വരന്റെ മകളെയും കൊണ്ടുവന്ന്, 100 കാറും, എന്തൊക്കെയാ പരിപാടി. എന്നിട്ട് നമ്മളെ ബൊഫേ, ആടല്ലാത്ത സാധനങ്ങളൊന്നുമില്ല, വലിയ മീനൊക്കെ മുഴുവനാ, എല്ലാം. എന്താ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഉണ്ടായാൽ അങ്ങനെയാ. അർദ്ധരാത്രിയും എന്താ മിണ്ടാത്തേ, കൊട പിടിക്കും, അങ്ങനെയാ. അങ്ങനെ 5-8 ദിവസം മഞ്ഞ കല്യാണം ഉണ്ടായിരുന്നു, ചുവപ്പ് കല്യാണം ഉണ്ടായിരുന്നു, പച്ച കല്യാണം ഉണ്ടായിരുന്നു, മൊയിലാഞ്ചി കല്യാണം ഉണ്ടായിരുന്നു. പിന്നെന്തതിനുള്ളത് DJ ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു പരിപാടി. ഒച്ചത്തിൽ കുലിക്കോ? അതൊക്കെ ഉണ്ട്. നെല്ലിക്കയും അതേപോലെ തന്നെ വ്യത്യസ്ത ചായകള്, അല്ലെ, വ്യത്യസ്ത നിറങ്ങളിലെ ചായകളെ പല ഏർപ്പാടുകളും. ഞാൻ അവസാനിപ്പിക്കാം, പൈസയിലെത്തിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. വിഷയത്തിന്റെ കാമ്പ് നിങ്ങൾ കേൾക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഏതായിരുന്നാലും ക്ഷീണിച്ച് അവശനായി കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി അവർ കിടന്നുറങ്ങി. അത് നല്ല ഒരു ഉറക്കായിരുന്നു. 100 പവനൊക്കെ കൊണ്ടുവന്നതല്ലേ, പുതിയ മോള് വീട്ടിലേക്ക് കയറിയതല്ലേ, 5-8 ദിവസം കല്യാണം നടന്നതുകൊണ്ട് ക്ഷീണിച്ച് അവശരായതല്ലേ. ഏതോ ഒരു തന്ത്രശാലിയും രാത്രി അവിടെ വന്നിട്ടുണ്ട്. അവന് ഹെൽമറ്റും അതേപോലെ നിഖാബും ഒക്കെ ധരിച്ചിട്ടാ വന്നത്. അവന്റെ കയ്യിൽ എന്തോ വെളുത്ത പൊടിയുണ്ടായിരുന്നു. കടുത്ത ചൂടായത് കൊണ്ട് എല്ലാ ജനലും തുറന്നിട്ടിരുന്നു. അതിലൂടെ വെളുത്ത പൊടി വിതറി. അതും കൂടിയായിട്ട് ശ്വസിച്ചപ്പോ ഒരു നല്ല ഉറക്കം. പിന്നെ 4 ദിവസത്തെ കൊലുനിക്കൂല, അക്കോലത്തിൽ ഉറങ്ങി. പിന്നെ വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ചു, അളമാറകളൊക്കെ ചവിട്ടിപ്പൊളിച്ചു. ചില ചെവികളൊക്കെ മുറിച്ചെടുത്ത്, ചിറ്റ് കിട്ടുന്നില്ല. അപ്പൊ ചെവി അങ്ങനെ തന്നെ മുറിച്ച്, നല്ല ചിറ്റും ഇങ്ങോട്ട് കിട്ടൂ. അതാ ഇതൊന്നും ചിറ്റ് മുറിച്ചിട്ടും കിടക്കുന്ന ചങ്ങായി അറിയുന്നില്ല. കാരണം എന്താണ്? അത് പൊടി ശ്വസിച്ചിങ്ങനെ കിടക്കുന്നല്ലേ. ആ കിട്ടിയതൊക്കെ പിന്നെ മക്കത്തുനിന്ന് കൊണ്ടുപോകുന്നതൊക്കെ ഒക്കെ ഒരു കൊണ്ടുപോയി.
മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ പറയും സ്വത്ത് ഉണ്ടാവുന്നതാണോ നല്ലത് ഉണ്ടാവാത്താണോ നല്ലത്? ഇനി പറയും. ഇനി അവസാനിപ്പിക്കാം നമുക്ക്. ഇനി ഞാൻ നീട്ടുന്നത് ശരിയല്ല. നാളെ പരലോകത്തുനിന്ന് അള്ളാന്റെ മുമ്പിൽ വെച്ച് കാല് മുന്നോട്ട് പോകുന്നില്ല ഒരു ഇഞ്ചും. 5 കാര്യങ്ങളെ പറ്റി ചോദിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്ന് മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൊല്ലിയിട്ടുള്ളൂ. അവന്റെ സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കും. നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. എവിടെ നിന്നാണ് സമ്പത്ത് സമ്പാദിച്ചത് എന്ന് ചോദിക്കും. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്, മക്കള് കൊണ്ടുവന്നതാണ്. അയൽപക്കത്തെ അബൂബക്കർക്ക പോയിട്ട് 14 കൊല്ലായി, എന്നിട്ട് വരെ വീട് പണി പൂർണ്ണമായില്ല. പണി തീരാത്ത വീടിന്റെ ഉടമയാണ് ആര്? അബൂബക്കർക്ക. ഓള് ചിലപ്പൊക്കെ ചോദിക്കലും ഉണ്ട്, അല്ലേ 14 കൊല്ലം എന്നെയും മക്കളെയും വിട്ട് നിങ്ങൾ കയ്യിലൊത്തിയിട്ട് ഈ പൊര പോലും പൂർത്തീകരിക്കാൻ നിങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ലേന്ന് ഇടക്കിടക്ക് ഓളിങ്ങനെ ശവത്ത് കുത്തും പോലെ ചോദിക്കും. ആദ്യം തന്നെ അപ്പുറത്തെ പുരങ്ങൾ കണ്ടില്ലേ, അപ്പുറത്തെ പുരങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മൂപ്പർക്ക് നിക്കക്കള്ളി ഉണ്ടായില്ല, ഇടക്കിടക്ക് ചോദ്യം അങ്ങനെ ചോദിച്ചിട്ട്. പിന്നെയാണ് നമ്മളെ സഫീർ പോയത്. സഫീർ 2, 3, 4 കൊല്ലം കൊണ്ടുപോയിട്ട് വലിയ കൂടിന്റെ പൊരയുണ്ടാക്കി, ഓടിക്കാറും വാങ്ങി, പെങ്ങന്മാരൊക്കെ കല്യാണം അടിച്ചു പൊളിച്ച് കഴിച്ച്, അപ്പുറത്തെ പറമ്പും മൂപ്പര് വാങ്ങി, വലിയ വിപുലമായിട്ടാണ്. അപ്പൊ അതിങ്ങനെ കണ്ടപ്പോ പിന്നെ ബക്ക് തീരെ സൗകര്യമല്ല. അല്ല, നമ്മളെ സഫീർ എവിടെയായി പോയത്? ഓനും ഖത്തറിലാ പോയത്, നിങ്ങളും ഖത്തറിലാ പോയത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഖത്തറിലാ അല്ല അതിനോ പോയത്? അതാ നമ്മളെ സഫീർ പോയടുത്ത് പോയിക്കൂടെ അതിനോ? നിങ്ങൾക്ക് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല പെണ്ണ്. ഈ അബൂബക്കർക്കാരെ സൗകര്യക്കേടാക്കുക. ഇത് തന്നെ സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, മക്ക കട്ടതാണ്. വക്കാലം മുഴുവനും കട്ടുമുടിച്ച്, സൂപ്പർ മാർക്കറ്റും കട്ടുമുടിച്ച് അടി വലിച്ചു കൊണ്ടുവന്നതാ സഫീർ. അങ്ങനെ എന്തേ കൊണ്ടുവരാത്തേന്നാണ് ഓള് ചോദിക്കുന്നത്. മോളും ചോദിക്കലുണ്ട്, ഉമ്മ ചോദിക്കലുണ്ട്, വാപ്പ ചോദിക്കലുണ്ട്, കുടുംബക്കാരൊക്കെ ചോദിക്കലുണ്ട്, നാട്ടുകാര് ചോദിക്കലുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും സഫീറിനോട് ചോദിച്ചോ, വാപ്പ മോനെ നമ്മൾ അബൂബക്കർ 14 കൊല്ലായി പോയിട്ട് ഓന്റെ പണിയൊന്നും തീർന്നില്ല, ഇനി 4 കൊല്ലായിട്ടേ ഉള്ളു പോയി, ഇനിയിപ്പോ 1.5 കോടിന്റെ പോരാ ഉണ്ടാക്കിയത്. അല്ല മോനെ, എനിക്ക് ഇടുന്ന ഈ പൈസ ഇനി ഒരു എഞ്ചിനീയർ ആണോ ഞാൻ സമ്മതിക്കായിരുന്നു. വലിയ അല്ലേ, വലിയ ട്രേഡൊക്കെ ഉള്ള അല്ലേ, നേവൽ ആർക്കിടെക്ട് ഒക്കെ ആണെങ്കിൽ ഞാൻ അംഗീകരിക്കുമായിരുന്നു. എനിക്ക് 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ചിലപ്പോൾ ശമ്പളം കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു ജോലിയും എനിക്കറിയില്ല. ഇനി ആടെ വക്കാലയിലാണ്, ഇനി ഹോട്ടൽ പണി എടുക്കുകയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ 2 കൊല്ലം കൊണ്ട് 1.5 കോടി എനിക്ക് അങ്ങനെ കിട്ടിയെന്ന് ഏതെങ്കിലും ഒരു ഉമ്മയോ വാപ്പയോ ഓളോ മോളോ ചോദിച്ചിട്ടുണ്ടാവുമോ? അല്ല നിങ്ങളാരോ ചോദിച്ചിട്ടുണ്ടാവുമോ? ഇത് വലിയൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നില്ല എന്ന് തോന്നേ. ചോദിച്ചിട്ടുണ്ടാവുമോ? അല്ലേ കല്യാൺപുരം പറയൂ, എൻ്റെ മോൻ നല്ല വമ്പനാണ്, മുമ്പനാണ്, കൊമ്പനാണ്, കണ്ടില്ലേ ഓനൊക്കെ ജീവിക്കാൻ പഠിച്ചോനാ. ഇക്കാലത്ത് ഇങ്ങനൊന്നും അല്ലാണ്ട് ജീവിക്കാൻ കഴിയോ? അതുകൊണ്ട് ഓനൊക്കെ ജീവിക്കാൻ പഠിച്ചവനാണ്. 2-3 കൊല്ലം കൊണ്ട് ഓന് എത്ര ഉണ്ടാക്കിയത്. കല്യാൺപുരേന്ന്, മരിച്ച പുരേന്ന്, എല്ലാ സ്ഥലത്തുനിന്നും. അതാ പിരിവിനൊക്കെ ആള് വരുന്നവർ 1000 ഉറുപ്പ്യ എഴുതിക്കോ. 1000 ഉറുപ്പ്യ അങ്ങനെ കൊടുക്കല്ലേ, അതിനൊന്നും ഒരു വിലയില്ല. മീനൊക്കെ വാങ്ങുമ്പോ അയക്കൂറ കൊണ്ടാ, അതിനൊന്നും ഒരു വിലയില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇത് ഗൗരവമാണ് വിഷയം. ഒരു നയാ പൈസയും അന്യായമായത് വേണ്ട. അത് തീരുമാനെടുക്കണം. എന്നാൽ എൻ്റെ അടുത്ത് കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ അറിയുന്ന ആൾ തന്നെയാണ്. ഓനിക്കൊല്ലം പിരിയാണ് സ്കൂളിന്. ഓന് വലിയ വെപ്രാളത്തോടു കൂടിയാണ് വന്നത്. എന്നാലും നമ്മളെ പള്ളിയിൽ കുത്തിയിരുന്ന് കുറേ നേരം. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാനെന്താ ചെയ്യേണ്ടിയത്? എന്തായി ഓനെ, എന്ത് പറ്റി മജീദേ നിനക്ക് എന്നാ ഞാൻ ചോദിച്ചു. അപ്പോൾ പറയാണ്, ഞാൻ പിരിയാണ്, ഞാൻ എൻ്റെ PF-ന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ശേഖരിച്ച് ഓരോ കൊല്ലത്തും ഞാൻ കൂട്ടി നോക്കി. ഇപ്പൊ 4.5 ലക്ഷം ഉറുപ്പ്യ പലിശ ഉണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഓനിങ്ങനെ വെപ്രാളത്തോടു കൂടി ചോദിക്കുക.
ഞാനെന്താ ചെയ്യേണ്ടത്? 4.5 ലക്ഷം ഉറുപ്പ്യുണ്ട്. അന്നേരം തന്നെ അത് ഒഴിവാക്കിയാൽ മതി. ഇപ്പൊ ഇങ്ങോട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ 4.5 ലക്ഷം ഒന്നിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാല് ഞാനെന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒറ്റ പൈസ എടുക്കരുത് പൊന്നും മോനെ, അത് പലിശ തന്നെയാണ്, നമുക്ക് എത്തൂല. ഞാനെന്താ ചെയ്യണ്ടേ? ഓനേതായാലും അത് എന്തോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച, കക്കൂസ് ഉണ്ടാക്കാനോ അതേപോലെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാനോ ഇനി സ്കൂളിൻ്റെ എന്തോ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയോ അങ്ങനെയൊക്കെ കൊടുക്കാം, അല്ലെ ഏതോ പലിശ അടക്കാനുള്ള ആളുകൾ തന്നെ എൻ്റെ കുടുംബത്തിൽ ഡോൽ കൊടുക്കാം എന്നൊക്കെ തീരുമാനിച്ചാണ് അവൻ ഇന്നലെ പോയത്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുക. ഹറാമിൻ്റെ ഒരു നയാ പൈസയും എൻ്റെയോ കുടുംബത്തിലേക്കോ വരരുത് എന്നും, ഞങ്ങളുടെ ഭക്ഷണത്തിലോ ഞങ്ങളുടെ വസ്ത്രത്തിലോ ഞങ്ങളുടെ വീടിന്റെ ഭാഗങ്ങളിലോ അതിലെ ഒരു ഓടിന്റെ കഷ്ണത്തിൽ പോലും ഹറാമിന്റെ പൈസയുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ബദ്ധശ്രദ്ധരാവുകയും അവിടെ തഖ്വയോടുകൂടി സമ്പത്തിനെ സമീപിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതങ്ങനെ തന്നെ ആവണം. അതിൽ മാറ്റം ഉണ്ടാവരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. എവിടുന്നാണ് സമ്പാദിച്ചത് എന്നുള്ള ചോദ്യം പ്രധാനമാണ്. സംഗതി പൈസ ഒക്കെ ഒരേ പൈസ തന്നെയാ. 2000 നോട്ടോ 500 നോട്ടോ ചിപ്പ് ഘടിപ്പിച്ചോ അല്ലാത്ത ഒക്കെ ആണെങ്കിൽ, അത് പലിശൻ്റെതാണെങ്കിലും കൈക്കൂലിൻ്റെതാണെങ്കിലും കട്ടതാണെങ്കിലും അഴിമതി കാണിച്ചതാണെങ്കിലും ശമ്പളം കിട്ടിയതാണെങ്കിലും എല്ലാം ഒരേ നോട്ടാ. പക്ഷെ ഒന്ന് ഹറാമാണ്, ഒന്ന് ഹലാലാണ്. നമുക്ക് ഹറാമിന്റെ വേണ്ട, ഹലാലിന്റെ മതി. നമ്മളെ ഫാസിസ്റ്റുകൾ പറയുന്ന ഹലാലു ഹറാമോ ഒന്നുമല്ല, ഓർക്ക് പിന്നെ ഹറാമ് മതി, ഹലാല് വേണ്ട എന്നാ. ഹലാൽ ബാൻ ചെയ്തിരിക്കുന്നു. UP ഹലാൽ ബാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓൽക്ക് ചത്ത കോഴി മതി, അർത്ഥം വേണ്ട. അത് തന്നെ. പിന്നെ ഓൽക്ക് എന്ത് മതി? കട്ട പൈസ മതി, ശമ്പളത്തിന്റെ ഓൽക്ക് വേണ്ട. അതന്നെ. അപ്പൊ ചത്തതും പുഴുത്തതും മതി എന്നാ ഓലെ പ്രഖ്യാപനം. അത് വിടുക, നമ്മളെ വിഷയം അതല്ലല്ലോ. നമുക്ക് ഹലാല് മതി, എന്ത് വേണ്ട? ഹറാമ് വേണ്ട എന്ന് ഒറ്റ വർത്തമാനം പറഞ്ഞ് ഞാൻ നിർത്തി കളയാം. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകും. എന്നോട് പറഞ്ഞിട്ടുള്ളത് അടുത്ത ആള് വരുന്നവരെയാണ് നിങ്ങളെ ടൈം എന്നാ. അപ്പൊ അപ്പോഴോ കഴിഞ്ഞേക്ക്. അപ്പൊ എന്താ നമ്മൾ പറയാനുള്ളത്? എവിടെ നിന്നാണ് ശേഖരിച്ചത്, സമ്പാദിച്ചത് എന്ന് ചോദ്യം ഉണ്ടാവും. പിന്നെ ബാക്കി പറയും, നിങ്ങൾ പറഞ്ഞിട്ട് ഞാനെനി പറയൂ. അത് നമ്മൾ ആരും കേൾക്കാത്തതോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതോ ഒരു ഭാഗമാണ്. ആ ഭാഗം വളരെ പ്രധാനമാണ്. പറയൂ. വഫീമ അൻഫഖഹു. അതിനും കൃത്യമായി ഉത്തരം പറയാതെ കണ്ട് 1 ഇഞ്ച് കാല് മുന്നോട്ട് നീങ്ങൂല. വഫീമ അൻഫഖഹു, എവിടെയാണ് ചെലവഴിച്ചത് എന്ന ഉത്തരവും പറയണം. നമ്മൾ ശേഖരിക്കുന്നതിനെ പറ്റി വലിയ ശ്രദ്ധ ഉണ്ട് നമുക്ക്, അൽഹംദുലില്ലാഹ്. ചെലവഴിക്കുന്നതിനെ പറ്റിയോ? എന്താ മിണ്ടാത്തെ? ചെലവഴിക്കുന്നതിനെ പറ്റിയോ ചിന്ത ഉണ്ടോ? സൂപ്പർ മാർക്കറ്റ് കയറുമ്പോ ആദ്യം തന്നെ നമ്മളെ സ്വീകരിക്കൽ ഒരു വണ്ടിയാ, 4 ഏക്കറുള്ള ഒരു വണ്ടി, വലിയ വണ്ടി. അതിൽ കുട്ടിനെ, ചെറിയ കുട്ടിനെ വെക്കാനൊക്കെ പ്രത്യേക സ്ഥലം ഉണ്ടാവും. എന്നിട്ട് ആ കുട്ടിനെ അതിന്റെ മുകളിലവിടെ വെച്ചിട്ട് പിന്നെ വണ്ടി ഉരുട്ടി ഇങ്ങനെ പോവുക ചെയ്യുക. ഓരോ റോയിലൂടെ ഇങ്ങനെ പോയിട്ട് ആർന്ന് ഇങ്ങോട്ട് വലിച്ചിടുക, ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ചിടുക. വണ്ടിയാണോ വേണ്ട അല്ലേ? അങ്ങനത്തെ ചിന്ത ഒന്നുമില്ല. ഗൾഫല്ലേ, മുമ്പ് പൈസ വെച്ചിരുന്നല്ലേ, പിന്നെന്താ പ്രശ്നം? പിന്നെ ആൾക്കാരൊക്കെ നോക്കിക്കല്ലേ, ഇവിടെ അല്ലേ പോവണ്ടി. അപ്പുറത്തെ ചെറിയൊരു കട ഉണ്ട്, അയാൾ ഇത്രയോ കാലായി പമ്പയ്ക്കൊന്നും ആരും പോലെ, എല്ലാവരും റൂബി തന്നെ പോവല്. അയാൾ കട പൂട്ടാൻ പോവുക, പാവം. അനാസറിനൊക്കെ ഇഷ്ടമായിക്കുന്നോ നമ്മ വർത്താനം, പോട്ടെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ്? വഫീമ അൻഫഖഹു, എവിടെയാ ചെലവഴിച്ചത്? ആ ചോദ്യം ഉണ്ടാവും. ഇതിങ്ങനെ വലിച്ചൂട്ടിയിടുക. കുപ്പായം വാങ്ങിന്ന് ഇങ്ങനെ കുപ്പായം വാങ്ങാ, പ്രശ്നമൊന്നുമില്ല. ഇത് നല്ല റെഡിമെയ്ഡ് ഷർട്ടാ, ഇതിലെന്ത് കുറവാള്? വളരെ ഗംഭീരം, നല്ല സുന്ദരനാ, കണ്ടില്ലേ ഈ ഷർട്ട് ധരിച്ചിട്ട്. പക്ഷെ ചിലവർക്ക് ശരിയാവില്ല. ഇവിടെ ഒരു കൊമ്പൊക്കെ ഉള്ള സാധനമാണ്. ആ കൊമ്പുള്ളതാണെങ്കിൽ അത് നല്ല സാധനല്ലേ, അതിന് 2500 റുപ്യ, ഇതിന് 500 റുപ്യ. രണ്ടും ഒരേ സ്ഥലത്ത് നിന്നുണ്ട്. അപ്പൊ കുഴപ്പം. ഞാൻ നിങ്ങളെ വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഒരു ശ്രദ്ധ നമുക്ക് പറ്റൂലേ. വഫീമ അൻഫഖഹു, ഇപ്പുറത്ത് 500ന്റെ കിട്ടുമായിരുന്നിട്ട് കേവലം ഒരു ബ്രാൻഡിന്റെ പേരിൽ എന്തിനി 2500 അധികം ചെലവഴിച്ചു എന്ന് റഹ്മാനായ റബ്ബ് നാളെ പടച്ചോൻ അവിടെ വെച്ച് ചോദിക്കുമ്പോ എന്തായിരിക്കും മറുപടി ഉണ്ടാവുക? ബ്രാൻഡാണോ പ്രധാനം? ആണോ? അത് നമുക്ക് വൈറ്റ് ഹൗസ് പോവാം.
അതാണല്ലേ. എന്താ വൈറ്റ് ഹൗസ് എന്താ ഇവിടെ അല്ലേ ഒരു ഹോട്ടല്, അവിടെ പോയാൽ പോരെ? അത് പറ്റില്ല, അത് വൈറ്റ് ഹൗസ് തന്നെ. അത് അവിടുന്ന് കഴിച്ചാൽ വളരെ ഉഷാറ് തന്നെയാണ്. 5-8 ആൾക്കാർ പോയി 10,500 ബില്ലായി. ആ സാധനം അതിനേക്കാളും മെച്ചപ്പെട്ട ഇവിടുന്ന് കിട്ടിയായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് കഴിച്ചില്ല, ഇവിടെ 2,000 കൊടുത്താൽ കിട്ടിയായിരുന്നു. പക്ഷെ അവിടെ പോയാലേ പറ്റൂ. എവിടെയാ ചെലവഴിച്ചത് ചോദിക്കൂന്ന്. വാപ്പനെ അഡ്മിറ്റ് ചെയ്തത് എവിടെയാണ്? ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലാണ്. അയ്യേ, മെഡിക്കൽ കോളേജിലാ? എന്താ പിന്നെ മിംസിൽ അഡ്മിറ്റ് ചെയ്യാഞ്ഞ്? എന്താ മിംസിലല്ലേ അഡ്മിറ്റ് ചെയ്യണ്ട്? പിശുക്കനാണേ, പിശുക്കോണ്ടാ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഏടാ അഡ്മിറ്റ് ചെയ്യണ്ടേ? വളരെ ഗൗരവമായി ചിന്തിച്ചോളൂ, വളരെ ഗൗരവമായി ചിന്തിച്ചു. AC റൂം, വലിയ ഡോക്ടർമാർ, വലിയ സംവിധാനങ്ങൾ, എല്ലാ ഫെസിലിറ്റീസും അവിടെ റെഡിയാ. എന്നിട്ട് മരണത്തിന് രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടില്ല, മരിച്ചുപോയി. മാത്രല്ല ICUവിൽ മരിച്ച എങ്ങനെ 4 ദിവസം ഇട്ട് അതിനും പൈസ വേറെ വാങ്ങി. അത് തന്നെ. ഇപ്പൊ എത്ര പൈസയായി? 20 ലക്ഷം റുപ്യ. എന്നിട്ട് മക്കൾക്ക് കടമ്പ് കിട്ടാനായി, ബില്ലടക്കാനായില്ല. അത് തന്നെ. എന്നിട്ട് അയാളെ മയ്യത്താട് കൊണ്ടുവച്ച് എന്നിട്ട് പറയാണ്, ആരോ കൊടുക്കാനുണ്ടോ, വാങ്ങാനുണ്ടോ? മൂത്ത മോൻ ഞാനാ. ചോദിച്ചോളാണ്ടി, ഞാൻ തരും. ഏടുന്ന് തരുന്ന്? നമ്മളെ നാട്ടിൽ ഒരാൾ എടുത്തു തന്ന്. അല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അത് പിന്നെ നാട്ടിടപ്പ് അങ്ങനല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞു വിചാരിച്ച് എനിക്ക് പൈസ തരുമെന്നാണ് വിചാരിച്ച്. ഇഞ്ചടുത്തേടാ പൈസ ഉള്ളു, കൊടുത്തില്ലങ്ങായി. നമ്മളെ നാട്ടിലെ കാര്യ പറഞ്ഞു. ഞാൻ ഒറ്റ പൈസയും കൊടുത്തില്ല. പിന്നെ ഇങ്ങി തരുമെന്ന് പറഞ്ഞു. അത് പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമല്ലേ. ഞാൻ അന്നേരം പറഞ്ഞല്ലേ, കൊടുത്തില്ല എന്ന് പൈസ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ എന്താ മനസ്സിലായത്? മക്കൾക്ക് കട ഉണ്ടാക്കിക്കൊണ്ട് ദുനിയാവെന്ന് പിരിയണ്ടാന്ന്. അതപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? മോനേടാ പഠിക്കുന്നത്? മോനേടാണ് അത് നമ്മളെ അൽഫോൻസില്ല പഠിക്കുന്നത്. അല്ലേ നമ്മളെ ഓനിപ്പം പിന്നെ നല്ല ആകാശിലാ പഠിക്കുന്നത്. അല്ലേ അവന് അതിന്റെ അപ്പുറത്ത് എന്താ സൈലത്തിലാ അവൻ പഠിക്കുന്നത്. ഓൻ ഏത് സ്കൂള്? അതിവിടെ. അപ്പൊ ഗവൺമെന്റ് സ്കൂളിലോ? അത് ശരിയില്ലല്ലോ. അപ്പൊ ഇവിടെയാ പഠിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? ഇത് നമ്മളെ ഇപ്പോഴത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. എവിടെ ചേർക്കണം? ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കണോ? എവിടെ അഡ്മിറ്റ് ചെയ്യണം? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണോ? എവിടെയാ നമ്മൾ ചെയ്യേണ്ടത്? ആലോചിച്ചോളൂ. ഓരോ വിഷയങ്ങളും ആലോചിച്ച് ചെയ്താൽ മതി. മാർബിൾ ആണോ? മാർബിൾ അല്ലേ? ഗ്രാനൈറ്റ് വേണം. അല്ലേ ഫുൾ ബോഡി വേണം. ഫുൾ ബോഡി ഇല്ലാണ്ട് എന്ത്? AC വേണമെന്ന്. ഫർണിച്ചർ ഇങ്ങനെയായിരിക്കണം. ബാത്റൂമിന്റെ രൂപം എങ്ങനെയായിരിക്കണം. എന്നിട്ട് ഓള് പറയുകയും ചെയ്യും, വേറെ എവിടെങ്കിലും വീട് കൂടലിനൊക്കെ പോയാൽ, അല്ലാ അവിടുത്തെ ബാത്റൂമുകൾ കണ്ടീനോ? എന്നാ കാണണ്ടിയെന്നാ. അവിടുത്തെ ബെഡ്റൂം കണ്ടിരുന്നോ? അല്ലാ എന്തെല്ലാം ഫർണിച്ചർ, എന്തെല്ലാം വിശാലത, എത്ര വലുപ്പം, എന്താ സൗകര്യം. അത് കാണണ്ടി എന്നാ ബെഡ്റൂം. അവിടത്തെ അടുക്കളങ്ങൾ കണ്ടിരുന്നോ? അവിടുത്തെ ഡബിൾ ഡോർ കണ്ടിരുന്ന? അവിടുത്തെ 2 കിൻഡലിന്റെ AC കണ്ടിരുന്നോ? അതേ കറണ്ട് പോയാലും കട്ട് ഓഫ് ആയാലും അത് വർക്ക് ചെയ്യും. പിന്നെ ഈ 4 മണിക്കൂർ അങ്ങനത്തെ AC-യാ. അവിടുത്തെ കാറ് കണ്ടിരുന്നോ? എന്തെല്ലാം ഓളെ ചോദ്യം. അവിടുത്തെ മിറ്റത്തി വിരിച്ച കല്ല് അത് കണ്ടിക്കല്ലോ. അതാണ്. അടുത്ത മോളിലൊക്കെ കയറി വെക്കണം. ഇപ്പൊ സ്ഥലങ്ങളുണ്ടല്ലോ, പെണ്ണുങ്ങൾക്ക് കുത്തിന്ന് വർത്താൻ പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, അടുക്കളുടെ തൊട്ടപ്പുറത്ത്. അതിനെന്തെങ്കിലും പറയല്? എന്ത് കാട് എന്നാ പറയും? എന്തോ കാടോ എന്തോന്നുണ്ടല്ലോ പേര്. നിങ്ങൾ മിണ്ടാണ്ട് നിങ്ങൾക്ക് അറിയാണല്ലോ, എനിക്കറിയാം. അങ്ങനെ എല്ലാ ഏർപ്പാടും അതാ. ഇങ്ങനെയൊക്കെയാണ് അപ്പുറത്തെ പറയാ. ഞാൻ പറഞ്ഞു ഇല്ലേ, ഞാൻ സിറ്റ് ഔട്ട് മാത്രമേ കണ്ടിയുള്ളൂ, അടുക്കളയിലൊന്നും ഞാൻ വന്നില്ല. അപ്പോൾ ഓള് പറയാ അതൊക്കെ കാണണ്ടിയ. എന്നറിയോ, ഞമ്മക്കുണ്ടൊരടുക്കള, നമുക്കുണ്ടൊരു സിറ്റ് ഔട്ട്, നമുക്കുണ്ടൊരു ബെഡ്റൂം, നമുക്കുണ്ടൊരു അലമാറ, നമുക്കുണ്ടൊരു ബാത്റൂം, നമുക്കുണ്ടൊരു ടോയ്ലറ്റ്. എന്തിനാ പറ്റുക? എപ്പോഴും ഇങ്ങനെ ലീക്കായി, എപ്പോഴും ഇങ്ങനെ പ്രശ്നമായി. തകർന്നടിഞ്ഞ സാധനം അതുണ്ടാക്കിയൊരു ചങ്ങായിയും ഉണ്ട്. എന്തിനാ പറ്റുക? മനസ്സിലായില്ല? ഏതാ വേണ്ടി ആലോചിച്ചോളൂ. വഫീമ അൻഫഖഹു. ബഷീർ ഖാൻ പറയുന്നത്
കാര്യമല്ല. നമ്മളെ മൊത്തത്തിലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. വഫീമ അൻഫഖഹു, ഒന്നുകൂടി പറഞ്ഞു നോക്കി. വഫീമ അൻഫഖഹു. നിങ്ങൾ കേൾക്കുന്നില്ല? എന്താ റസൂലിനോട് ദേഷ്യമായിട്ടാണോ മിണ്ടാണ്ടിരിക്കുന്നേ? വഫീമ എന്നോട് ദേഷ്യം പിടിക്കണ്ട, റസൂലിനോട് വിഷമണ്ട. വഫീമ അൻഫഖഹു, അർത്ഥം പറയ്. എവിടെയാണ് അത് ചിലവഴിച്ചത്, എന്തിനു വേണ്ടിയാണ് ചിലവഴിച്ചത്, എത്രയാണ് ചിലവഴിച്ചത് എന്ന് ചോദിക്കാതെ കണ്ട് നിങ്ങളുടെ ഒരു കാലും ഒരു ഇഞ്ചും മുന്നോട്ട് നീങ്ങുകയില്ല. കൃത്യമായി ഉത്തരമായിരിക്കണം. ആവശ്യത്തിനാണോ, അത്യാവശ്യത്തിനായിരുന്നുവോ, അല്ല അനാവശ്യത്തിനായിരുന്നുവോ, അല്ല ആളുകൾ കാണുന്നതിന് വേണ്ടിയായിരുന്നുവോ, അല്ല പൊങ്ങച്ചത്തിന് വേണ്ടിയായിരുന്നുവോ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാതെ കണ്ട് ഒരു ഇഞ്ചും നിങ്ങളുടെ കാലുകൾ മുന്നോട്ട് നീങ്ങില്ല എന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓതി വെച്ച ആയത്താണ്. അന്യായമായി ഒരു നയാ പൈസയും നിങ്ങൾ തിന്നരുത്. അവസാനം നിങ്ങൾ കേസ് കൊടുക്കുക ചെയ്യുന്നത്. അതിർത്തി തർക്കണ്ടായിട്ട് കേസ് കൊടുത്ത്, മോളെ തലാക്കില്ലിന്റെ പേരിൽ കേസ് കൊടുത്ത്, അപ്പം മോന്റെ ചികിത്സന്റെ പേരിൽ കേസ് കൊടുത്ത്, വണ്ടി ഇടിച്ചതിന്റെ പേരിൽ കേസ് കൊടുത്ത്, ഇപ്പൊ കേസോട് കേസാ വ്യവഹാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണ പ്രശ്നത്തിൽ ഇടപെട്ടു. അപ്പോ വിവാഹമോചനം കഴിഞ്ഞു. ആ അമ്മോശം പറയാ, മോളെ വാപ്പ ഞങ്ങൾ കൊടുത്തത് മാത്രം മതി. ഞാൻ ചോദിച്ചു, ഇങ്ങ് നഷ്ടപരിഹാരം വേണ്ടേ? നഷ്ടപരിഹാരം ഗവൺമെന്റ് കൊടുക്കുന്നതല്ലേ, കോടതി കൊടുക്കുന്നതല്ലേ? വേണ്ട, എനിക്ക് ഒരു നഷ്ടപരിഹാരവും വേണ്ട, എനിക്ക് മോളെ തിരിച്ചു തന്നല്ലോ. പ്രശ്നങ്ങൾ സ്വാഭാവികമല്ലേ, അങ്ങനൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഞാൻ കൊടുത്ത പൈസ മാത്രം മതി, അവകാശപ്പെട്ട സാധനം മാത്രം മതി. ഞാൻ അതിന്റെ അടുക്ക് ഒന്നുകൂടി പറഞ്ഞു, മത്താഴോളെ അവകാശമാണ്, അതും വേണ്ട നാം വാപ്പ പറഞ്ഞു. അതോളെ അവകാശം എന്റെ അഭിപ്രായത്തിൽ. പക്ഷെ വാപ്പക്ക് പേടിയാണേക്കൂ, ആരാന്റെ പൈസ വാങ്ങി കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് വാപ്പ പേടിച്ചിട്ടാണേക്കും വേണ്ടെന്ന് അറിയുന്നേ. അങ്ങനെയാ ഓരോ വിഷയത്തിലും ഇടപെടുമ്പോ അത്രയും സൂക്ഷ്മതയോടുകൂടി ബന്ധപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ആ ആയത്തൊക്കെ എത്ര പ്രസക്തമാണ്. നിങ്ങൾ കോടതി കൊടുക്കുക, കേസും കൂട്ടുമായിട്ട് നടക്കുകയാണെന്ന് അല്ല പറയുക, അന്യായം തിന്നാൻ വേണ്ടിയിട്ട്. അതേ ദുനിയാവിലുള്ളൂ. ഞാനത് പറഞ്ഞപ്പോ മനസ്സിലായല്ലോ, വിവാഹമോചന്റെ കേസ് മറ്റേ കേസ് എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? കൊള്ളയായി അന്യായമായി ആരാന്റെ പണം പിടുങ്ങുന്നതിനും തിന്നുന്നതിനും വേണ്ടിയാണ് നിങ്ങൾ കേസ് കൊടുത്തിട്ടുള്ളത്. അന്തും തഅലമൂൻ, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാം. എന്നിട്ടും നിങ്ങളത് പിടിക്കാൻ വേണ്ടി വലിയ വക്കീലിനാക്കി കേസ് കൂടിയിട്ട് നേടി. എന്നിട്ട് പിടിച്ചു പറയുകയും ചെയ്തു, കേസിൽ ഞാൻ ജയിച്ചു. ഇവിടെ ജയിച്ചിട്ടുണ്ടാവാം, നീ നരകത്തിന്റെ ഒരു കഷ്ണമാണ് ആ കേസിലൂടെ വാങ്ങിയത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ. നീ നരകത്തിന്റെ ഒരു കഷ്ണമാണ് ആ കേസിലൂടെ വാങ്ങിയത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഞാനിവിടെ നിർത്തുക. എന്റെ മനസ്സിൽ തട്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. നല്ലതൊക്കെ കേൾക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കുക. അള്ളാന്റെ അടുത്ത് നല്ല സ്ഥാനത്തെത്താൻ അള്ളാഹു നമ്മേവരെയും സഹായിക്കുമാറാവട്ടെ. ഇത് സ്വാലിഹായ അമലായി റബ്ബ് നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നമ്മൾ ചെയ്ത ഇബാദത്തുകൾ, അമാലുകൾ അള്ളാഹു സ്വാലിഹായ അമലുകളായി സ്വീകരിച്ച് ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകുമാറാവട്ടെ. അന്യായം ഹറാമ് തിന്നാതെ ഹലാലിലൂടെ മാത്രം ജീവിക്കാൻ ചരിക്കാൻ അള്ളാഹു നമുക്ക് മനസ്സും അതിനുള്ള തൗഫീഖും അനുഗ്രഹവും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.